നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആന്റി, നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ആന്റി, ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായി അറിയാം. പലവട്ടം വിശാലിനെയും പാർവതിയെയും കൊല്ലാൻ നിങ്ങൾ പ്ലാൻ ചെയ്തതും ഒടുവിൽ പാർവതി കാരണം ആ പ്ലാൻ എല്ലാം ഫ്ലോപ്പ് ആയതും മരണത്തെ മുഖാമുഖം കണ്ടിട്ട് വിശാലും പാർവതിയും രക്ഷപ്പെട്ടതും എല്ലാം അതൊക്കെ ഒന്നൊന്നായി ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരട്ടെ. പ്ലാൻ നമ്പർ 1. അപ്പൊ വിശാല മുതലാളി കുറച്ച് ബിസിനസ് ടൂറിന് പോവാണല്ലേ? ഇനി പോയിക്കോ. ചേച്ചി പറഞ്ഞെടുത്ത് ഞാൻ പോയി, പക്ഷെ നടന്നില്ല. ഇതിലും കൂടിയതായിരുന്നു മറ്റേത്. ഉമിനീരിൽ കലർന്ന നിമിഷം തന്നെ ആള് കാലിയാവും, എല്ലാം കഴിയും. എന്ത് ചെയ്യാന്, കിട്ടണ്ടേ? പറഞ്ഞിട്ടെന്താ, അവസാനം പവനായി ശവമായി എന്ന് പറഞ്ഞതുപോലെ ആയി. റിയ, ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? എടാ, നീ എന്തിനാ ഇതൊക്കെ റിയോട് പറയാൻ പോയത്? ഞാൻ അറിഞ്ഞതുകൊണ്ട് ഒരു കുഴപ്പമില്ല ആന്റി. ആന്റിക്കും വിനയ്ക്കും ഇപ്പൊ വിശാലിന്റെയും പാർവതിയുടെയും കഥ കഴിക്കണം, അത്രയല്ലേ വേണ്ടു. അതിന് ഞാൻ സഹായിക്കാം. നീ എങ്ങനെ സഹായിക്കുന്ന? ആന്റി, ആദ്യം തീർക്കേണ്ടത് പാർവതിയെയാണ്. അവൾക്ക് ഗായത്രി ദേവിയുടെ ആത്മാവ് കൂട്ടായിട്ടുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഒരുക്കിയ എല്ലാ പദ്ധതികളിൽ നിന്നും അവള് വിശാലിനെ രക്ഷപ്പെടുത്തിയത്. അവളെ നശിപ്പിച്ച പിന്നെ വിശാലിനെ രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല. അതിന് പാർവതിയെ എങ്ങനെ കൊല്ലും? എന്താ നിന്റെ പ്ലാൻ? നാളെ പാർവതി കമ്പനിയിലെ തൊഴിലാളികൾക്ക് ബോണസ് വിതരണം ചെയ്യാൻ പോവാ. അതിനോടൊപ്പം അവളുടെ കൈകൊണ്ട് തന്നെ അവൾ ആഹാരം തയ്യാറാക്കി തൊഴിലാളികൾക്ക് വിളമ്പുന്നുമുണ്ട്. അതൊക്കെ ഞങ്ങൾക്കറിയാം. അവിടെ നീ എന്താ ചെയ്യുന്നത്? നാളെ അവൾ തൊഴിലാളികൾക്ക് വേണ്ടി ആഹാരം പാകം ചെയ്യുമ്പോ അവിടെ ഒരു ബോംബ് പൊട്ടും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.